സാധാരണഗതിയിൽ ബജറ്റിന് മുൻപുള്ള ചർച്ചകളിൽ നമ്മൾ ചില അനുമാനങ്ങളാണ് അല്ലെങ്കിൽ പ്രതീക്ഷകളാണ് ആ നിലയിലാണ് ചർച്ചകളൊക്കെ നടക്കാറ്. പക്ഷേ ഈ ബജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ നൽകിയിരുന്നു. ആ ബജറ്റ് ഇപ്പോൾ എത്തുമ്പോൾ എന്തൊക്കെയുണ്ട് സ്ത്രീകൾക്കായി ബി ജെ പിയുടെ നീക്കിയിരിപ്പ്, എന്തൊക്കെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളുണ്ട്? പ്രധാനമന്ത്രി പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിഗണനകൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്, യുവാക്കളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്, ഒരു ജെൻഡർ ഈക്വാലിറ്റിയിൽ നിന്നുകൊണ്ടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോ അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ബജറ്റ് ആയിരിക്കും ഇതെന്നുള്ളത് നമ്മുടെ അനുമാനമാണ്. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി കുറെ അധികം പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ബജറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ബജറ്റിൽ ഉൾപ്പെടുന്ന പദ്ധതികൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അത് എത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിന്റെ ഗുണഭോക്താക്കൾ സ്ത്രീകളാണ്. ഞാൻ വിദേശ സ്ത്രീകൾക്ക് വേണ്ടി മകൾ എന്നുള്ളത് കവിഞ്ഞ് എല്ലാ സ്ത്രീകളിലേക്കാണ്. ഒന്ന്. രണ്ടും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ഇതിനെ കാണേണ്ടത് ഇതൊരു ഇന്ററിം ബജറ്റാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ ഒരു 3 വാക്കുകളുണ്ട്. ഒന്ന് റിഫോം, 2 പെർഫോം, 3 ട്രാൻസ്ഫോം. ആ 3 വാക്കുകളില് അക്ഷരാർത്ഥത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഉദാരമായ ഒരു അർത്ഥം നൽകുന്ന 3 വാക്കുകളാണ് ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ ഈ 3 വാക്കുകൾ. അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഇന്ററിം ബജറ്റാണ്. ഒരു 3 മാസ കാലയളവിലേക്കുള്ള ഒരു ബജറ്റ്. അതൊട്ടും പോപ്പുലിസ്റ്റിക് അല്ലാതെ എന്നാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ദിശാബോധം നൽകുന്ന ഒരു ബജറ്റ് എന്നാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്.